ഇന്നിപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന കഥയായിട്ടാണ് വന്നേക്കുന്നത്. ചക്ക സീസണൊക്കെ ആകുമ്പോഴാണല്ലോ കുമ്പിളപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നതാണേ. അങ്ങനെ ഇന്ന് ചക്കപ്പഴം കിട്ടിയപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. അങ്ങനെ ചക്കപ്പഴം എല്ലാം ഒരുക്കിയെടുത്തേ. ചക്കപ്പഴത്തിന് കുറച്ചൊരു പഴുപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇത്തവണ ഞങ്ങൾ വഴട്ടി വെച്ചാലോ എന്നങ്ങ് പ്ലാൻ ഇട്ടു. അപ്പം നന്നായിട്ട് അത് അരച്ചെടുത്ത് അത് നന്നായിട്ട് വഴട്ടാനായിട്ട് വെച്ചേ. വരിക്കച്ചക്ക നല്ല പഴുത്തതാണെങ്കിൽ അരിഞ്ഞാണ് ഇവിടെ സാധാരണ ചേർക്കുന്നത്. വേണമെങ്കിൽ അരച്ച് ചുമ്മാ അങ്ങ് ചേർക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെ പഴുപ്പ് കുറവായതുകൊണ്ട് ഞങ്ങളൊന്ന് വഴട്ടി ചേർക്കാമെന്ന് ഓർത്ത് അങ്ങനെ വഴട്ടാനായിട്ട് വെച്ചത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞങ്ങൾ ശർക്കര ചുമ്മാ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചക്ക വഴട്ടാൻ വെച്ചേക്കുന്നതുകൊണ്ട് കേട്ടോ അതിനകത്തേക്ക് ശർക്കര നമ്മൾ പൊടിച്ച് ചേർത്തത്. അതിനകത്ത് നല്ലപോലെ ഉരുകി സെറ്റായി വരുമല്ലോ. ചക്ക വഴട്ടാതെ നമ്മൾ ചെയ്യുമ്പം ശർക്കര പാനിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് ഉരുകി തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നെയ്യും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറേ ടൈം ഇളക്കി നല്ലപോലെ ശർക്കര എല്ലാം ഉരുകി ഇറങ്ങുന്ന ടൈം വരെ നല്ലപോലെ ഇളക്കി ആ സമയം നല്ലപോലെ കുറുക്കാൻ വന്നായിരുന്നു. അങ്ങനെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവിടാം. മാവ് ഇവിടെ എടുക്കുന്നത് റവ ആട്ടയും കൂടെ ചേർത്ത് ചെയ്യാമെന്ന് ഓർത്തായിരുന്നേ. അങ്ങനെ ആദ്യം ഞങ്ങൾ കുറച്ച് റവ ഇട്ട് കൊടുത്തു. അത് നന്നായി വഴട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആട്ട ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടൈം ഇളക്കി നല്ലപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കുമ്പിളപ്പം ആക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം സെറ്റായി വന്നേ. ഇനി നമ്മൾ കുമ്പിൾ പിടിച്ച് വെക്കാൻ പോവാണേ. അങ്ങനെ ഇലയൊക്കെ കുമ്പിൾ കുത്തി നമ്മൾ റെഡിയാക്കി വെച്ച മാവെല്ലാം കുമ്പിളിനകത്തായേ. അങ്ങനെ കുമ്പിളിലായ മാവി പോകുന്ന ഇഡലിത്തട്ടി കയറാനാണ്. ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അത് തിളച്ച് വന്നായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ഈ കുമ്പിളപ്പം എല്ലാം വെച്ച് നല്ല അടച്ച് വെച്ച് അങ്ങനെ കുമ്പിളപ്പം റെഡിയായേ. നല്ല കുമ്പിളപ്പമായിരുന്നു. ഉണ്ടാക്കി വെച്ചും തീർന്നു ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.